ചെമ്പാവ് പുന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. ചേച്ചി ഫെമിനിസ്റ്റ് ആണോ? ഞാൻ ഹ്യൂമനിസ്റ്റാ. സ്ത്രീകള് പിന്നെ ദളിതര്, അപ്പൊ അവര് ആ സമൂഹം എന്ന് പറഞ്ഞാല് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന സമൂഹമാണ്. അപ്പൊ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഏത് സമൂഹമാണെങ്കിലും, സ്ത്രീകളാണെങ്കിലും ദളിതരാണെങ്കിലും, അവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മള് നിലകൊള്ളുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് തോന്നാറുണ്ട്. പ്രത്യയശാസ്ത്രത്തെ ഞാൻ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അംബേദ്കറായിട്ട് ആശയങ്ങളോടും ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുത്ത് നടക്കായിരുന്നു. സത്യം പറഞ്ഞാൽ സിനിമയിലെ ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ബിജുപാൽ വിളിക്കുന്നത്. കാത്തൊരു മഴയത്ത് നനഞ്ഞ കുളിരണ മാടത്ത്. ഈ 1.5 കോടി രൂപ സിനിമയെ കുറിച്ച് യാതൊരു അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് പറഞ്ഞ അറിവില്ലെന്ന്, പട്ടികജാതി പട്ടികവർഗമായതുകൊണ്ട് മാത്രം കൊടുക്കുന്നതിൽ എന്തെങ്കിലും എന്നുള്ളതാണ് പുള്ളി ന്യായമായി ചോദിച്ചൊരു ചോദ്യം. അതൊരു ന്യായമാണെന്ന് താങ്കൾക്ക് തോന്നുന്നു? അല്ല. ഡോക്ടർ ബിജു അദ്ദേഹം ഒരു ദളിതനാണ്, അവാർഡുകൾ ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരാളാണ്. നമുക്കൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ മതി. ഈ 1.5 കോടി രൂപ നിങ്ങൾക്ക് എന്താണ് 1.5 കോടി രൂപ ഈ ദളിത് സമൂഹത്തിന് കൊടുക്കണോണ്ടുള്ള പ്രശ്നം? ഒരു കുഴപ്പമില്ല. എനിക്ക് 100 കോടി കൊടുത്താലും നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ട് അവരുടെ അധ്വാനം, ഞങ്ങളെ പൂർവ്വ പിതാക്കന്മാര് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ അധ്വാനം, ആ അധ്വാനത്തിന്റെ ഒരു ഗുണങ്ങളും അനുഭവിക്കാൻ യോഗം ഉണ്ടായിട്ടില്ല. സമ്പത്ത് മുഴുവനും ആരുടെ കൈകളിലേക്കാണ് പോയിട്ടുള്ളത്? അതിന്റെയൊക്കെ അടിത്തറയിൽ നിന്നുകൊണ്ടല്ലേ ഇവരൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പ്രിവിലേജ് ഉണ്ടാവുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് തെറ്റ് പറയാൻ പറ്റുമോ? അതെ. അപ്പൊ നിങ്ങൾ ശരിക്കും അടൂർ അടൂർ ഗോപാലകൃഷ്ണനെ ഞാൻ ഒരിക്കലും ഞങ്ങള് 50 ലക്ഷത്തില് സിനിമ എടുക്കണോ 1.5 കോടിക്ക് എടുക്കണോ എന്നുള്ള സർക്കാർ തീരുമാനിച്ചോളൂ. എന്താണ് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന ദർശനം എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? സമത്വം. ST/SC വിഭാഗക്കാരെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുണ്ടോ? ഈ 1.5 കോടി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പണമല്ലേ? അതായത് നികുതി പണം. എന്റെ ദൈവമേ, നമ്മുടെ എല്ലാവരുടെയും പണം. ഇവിടെ സാംസ്കാരിക പരിപാടികൾ നടക്കുമ്പോ ഏറ്റവും കൂടുതൽ പണം ആരിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാമോ? പറയൂ. രാഷ്ട്രപതി ആയിരുന്നില്ലേ? ഇതുപോലത്തെ ഓരോ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ അടുത്ത് മറുപടി പറയാൻ പിന്നെ നിലപാട് പറയേണ്ടടുത്ത് പറയണ്ടേ. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിൻഗാൻസൺ ബറുവ, യുവർ SKB. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈ മീഡിയ ഒറിജിനൽസ്. ഹൂ ഈസ് ഷീ? അവൾ ആരാണ്? അവളെ എനിക്കറിയില്ല. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു വിശ്വവിഖ്യാതനായ ചലച്ചിത്രകാരൻ ഒരു സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കലാകാരിയെക്കുറിച്ച് ഈ അടുത്തൊരു പരാമർശം നടത്തിയിരുന്നു. നിങ്ങളെല്ലാം അത് വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടിരിക്കാം. ആ സ്ത്രീ ആരാണെന്നല്ലേ? ആ സ്ത്രീയാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട പുഷ്പവതി ചേച്ചി. പുഷ്പവതി ചേച്ചി, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഏറെ സ്വാഗതം. നമസ്കാരം. നിലപാടുകളിൽ യാതൊരുവിധ മഴവും കാണിക്കാതെ തുറന്നു പറയേണ്ടിടത്ത് ഏറ്റവും വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും അത് തുറന്നു കാണിക്കുന്ന ഒരു മനോധൈര്യത്തിന്റെ പേരാണ് ഇന്ന് പുഷ്പവതി എന്നാണ് കേരളക്കര ഒന്നടങ്കം പറയുന്നത്. അങ്ങനെയാണോ? നിലപാട് പറയേണ്ടടുത്ത് പറയണ്ടേ, പറഞ്ഞു തന്നെ പോകണം. അതെ, അത് തന്നെയാണ്. നിലപാടില്ലാത്തവൻ മനുഷ്യനാണോ എന്നൊരു ചോദ്യത്തിന് ഇവിടെ വലിയ പ്രസക്തിയുണ്ട് അല്ലേ? പലരും ഇപ്പൊ നിലപാടിൽ വെള്ളം ചേർക്കുന്ന കാലഘട്ടം അല്ല. അത് എൻ്റെ ഒരു സ്വത്വത്തിന്, ഞാൻ പ്രതിനിധീകരിക്കുന്ന സ്വത്വത്തിനെ അത് തൊട്ടതുകൊണ്ടാണ് എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കും. അത് പറഞ്ഞത് ശരിയായില്ല എന്ന് അപ്പം തന്നെ എനിക്ക് തോന്നി. ഒരു റിഫ്ലക്സ് ആക്ഷൻ ആയിരുന്നു അത്. നമുക്ക് നമ്മുടെ മേലേക്ക് എന്തെങ്കിലും പെട്ടെന്ന് അപകടകരമായിട്ട് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ലേ? ആ ഒരു റിയാക്ഷൻ ആയിരുന്നു എനിക്ക്. അത് സഡൻലി വന്നതാണ്. അതിൽ ഇപ്പോൾ വേറെ ആരെങ്കിലൊക്കെ എനിക്ക് കൂട്ടുണ്ടോ അല്ലെങ്കിൽ ആരും ഒന്നും പറയുന്നില്ല, ഇങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടായില്ല. പെട്ടെന്ന് എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നി. ഞാൻ റിയാക്ട് ചെയ്തു. എനിക്ക് പിന്നെ പേരെടുക്കണം, പിന്നെ എന്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് പ്രശസ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ അതൊക്കെ അല്ല, എനിക്ക് നേരത്തെ എന്താ പറയാ, എന്റെ പാട്ടുകൾ കേൾക്കാത്ത മലയാളികളില്ല സത്യത്തില്. ചേച്ചിയുടെ ഒരു ഗാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം.
കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞ കുളിരണ മാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം. കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞ കുളിരണ മാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം. ഓലവട്ട കിളിക്കൂട്ട് വിരുന്നു വന്നത് കുയിലമ്മ, ആലവട്ട ചിറകോടെ പറന്നു വന്നത് മയിലമ്മ. ആറ്റുനോറ്റൊരു നിധിയാകെ കൈ വന്ന പോലെ കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞ കുളിരണ മാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം. ഹിറ്റുമായിരുന്നു, വലിയ ഹിറ്റ്. ഭാവനയ്ക്ക് വേണ്ടിയാ പാടിയിരിക്കുന്നത്. ഭാവനയുടെ ആദ്യത്തെ പടവാ, ചേച്ചിയുടെ ആദ്യത്തെ പാട്ട്, ഭാവനയുടെ ആദ്യത്തെ അഭിനയം അല്ലെ? അഭിനയിച്ചുകൊണ്ട് ആദ്യം പാടുന്ന ആയിരിക്കും. അപ്പോ അതിനുശേഷം പിന്നീട് ചേച്ചി പല സിനിമകളും പാടി. നമ്മൾ കഴിഞ്ഞിട്ട് കൂട്ട്, ചൂണ്ട, നക്ഷത്ര കണ്ണുള്ള. ചൂണ്ടയിൽ ഏതാ പാടിയത് ചേച്ചി പാട്ട്? തൈർക്കുടം തകർത്തുവോ നീ ചൊല്ലു കണ്ണ, തായ യശോദ ചോദിച്ചു. തൈർക്കുടം തകർത്തുവോ നീ ചൊല്ലു കണ്ണ, തായ യശോദ ചോദിച്ചു. ചൂരലൊന്നു കയ്യിലേന്തി ചുള്ളിഞ്ഞ പുരകവുമായി തായ യശോദ ചോദിച്ചു. തൈർക്കുടം തകർത്തുവോ നീ ചൊല്ലു കണ്ണ, തായ യശോദ ചോദിച്ചു. ഇതൊക്കെ അതിമനോഹരമായ ഗാനങ്ങളല്ല, പക്ഷെ വേണ്ട ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമ അത്ര വിജയമായി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഇവിടെ ചൂണ്ട കണ്ടിട്ടുണ്ട്. ജിഷ്ണു മരിച്ചുപോയ ജിഷ്ണുയുടെ ചിത്രമല്ലേ, ഞാൻ ആ ചിത്രം കണ്ടു. നല്ല പടമായിരുന്നല്ലോ അത്. അതൊക്കെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് എനിക്കിപ്പോ ഞാൻ ചിന്തിക്കുക. ഞാൻ ഇരുന്ന് ഫുള്ള് കണ്ടിട്ട് 1, 2, 3 കണ്ടിട്ടുണ്ട്. പക്ഷെ ടിവിയിലാട്ടോ കണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെ പല സിനിമകളും ഉണ്ട്. വിജയിക്കേണ്ടിയിരുന്ന പല ചിത്രങ്ങൾ പരാജയപ്പെട്ടു. ഇതൊക്കെ സ്വാഭാവികമാണ്. ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും. ചിലത് വിജയിക്കും. ഈ പറഞ്ഞ ഒരു കൊച്ചുകുട്ടി പറയില്ലേ, ചിലോക്ക് റെഡിയാവും, ചിലോക്ക് റെഡിയാവില്ല, റെഡിയാവും, ചിലവർക്ക് റെഡിയാവും പറയില്ലേ, അതുപോലെ. അപ്പം ചേച്ചി, അപ്പൊ അതിനുശേഷം കുറച്ച് ഇടവേള ചേച്ചിക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെ? പാട്ട് ജീവിതത്തിൽ കുറച്ച് ഇടവേള സംഭവിച്ചു. അത് എന്തുകൊണ്ടാ? അത് 2005 ആയപ്പോ ഞാൻ ഗൾഫിൽ പോയി. അപ്പൊ ഫീൽഡിൽ നിന്ന് മാറിയില്ല. അപ്പൊ ടീച്ചിങ് മതി എനിക്കും തോന്നി. മതിയെന്ന് തോന്നിയത് പിന്നെ എനിക്ക് നല്ല അവസരങ്ങൾ വരാത്തോണ്ടേ. പ്രതിസന്ധി വന്നാൽ അതെങ്ങനെ മറികടക്കാം, ഇതാണ്. അതെ, തരണം ചെയ്യുക. അവിടെ നമ്മൾ ഡിപ്രഷൻ അടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. വിഷമമുണ്ട്, ഇങ്ങനെ എത്ര വെന്തിട്ടാണ് നമ്മളൊക്കെ പരിവപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എന്താ പറയാ, ഞാൻ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോയത്. അങ്ങനെ ഖത്തറില് ദോഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. 2 വർഷം ചെയ്തുള്ളൂ. അവിടെ 2 വർഷം നിന്നപ്പോ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. നല്ല കുട്ടികൾ, നല്ല എൻവയോൺമെന്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല്, എൻ്റെ ഉള്ളിലൊരു കലാകാരി അതിനെ വെറും ഒരു ടീച്ചറായിട്ട് ഒതുങ്ങി പോകുന്നൊരു ഫീൽ എനിക്കുണ്ടായി. അതെ, മ്യൂസിക് ടീച്ചറായിട്ട്. അപ്പോൾ പ്രോഗ്രാമുകളൊന്നും ചെയ്യുന്നില്ല, കൺസേർട്ടുകൾ ചെയ്യുന്നില്ല, കമ്പോസ് ചെയ്യാനുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് ഒരുപാട് സംവേദനക്ഷമതയുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്തിട്ടല്ലേ അവിടെ പോയേക്കണേ. അപ്പോൾ സംവേദനമാണല്ലോ നമ്മുടെ ഉള്ളിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കണതും പുതിയ ചിന്തകൾ ഉണ്ടാക്കണതും അതിൽ കൂടി പുതിയ പുതിയ പാട്ടുകൾ ഉണ്ടാവണതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. കുട്ടികളെ പഠിപ്പിക്കുക, മിണ്ടാണ്ട് പിന്നെ നമ്മൾ താമസിക്കുന്നിടത്ത് വരിക, സ്വസ്ഥം, ഇങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് കമ്പോസ് ചെയ്യാനൊന്നും തോന്നണേ ഇല്ല ഉള്ളെന്ന്. അപ്പോൾ എൻ്റെ ഉള്ളിലെ കല മരിക്കരുത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അങ്ങനെ 2 വർഷം കഴിഞ്ഞു. പിന്നെ പ്രിയനെ കിട്ടിയപ്പോ അപ്പൊ എനിക്കൊരു കൂട്ടായില്ല, ഒരു ബലായി. അങ്ങനെ അതെ. അല്ലെ, ഒരു സ്ത്രീക്ക് ഉയർന്നു വരണമെങ്കിൽ ഒരു പുരുഷന്റെയും, ഒരു പുരുഷൻ ഉയർന്നു വരണമെങ്കിൽ ഒരു സ്ത്രീയുടെയും സാമീപ്യവും ഒരു സഹകരണവും അവരുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുള്ളതാണ്. നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ കൊടുക്കൽ വാങ്ങലുകൾക്ക് ഒരു വേണം. മനുഷ്യനല്ലേ ഒരാൾ കൈത്താങ്ങായിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷവും സമാധാനവും അല്ലേ. മനസ്സിനെ കൊടുക്കാൻ പറ്റണം. ഒരിടത്ത് നമുക്ക് മനസ്സിനെ കൊടുക്കാൻ പറ്റണം. വിശ്വസിച്ച് ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റണം നമ്മുടെ മനസ്സിനെ. അതാണ്.
അപ്പൊ അതിനുശേഷം പിന്നീട് ഏതാണ് പിന്നീട് അടുത്ത? ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞു, കുട്ടി ഉണ്ടായി. പിന്നെ അതിനിടയ്ക്കൊന്നും വേറെ പാട്ടുകളൊന്നുമില്ല. ഇല്ല, ഈ വന്നില്ല. ചൂണ്ട അതുപോലെ തന്നെ ലാസ്റ്റ് പാടിയത് പറയാം എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. അതേതായിരുന്നു അത് പാട്ട്? നമ്മുടെ ഔസേപ്പച്ചൻ സാറിന്റെ ആ. ഒരു സത്യം പറഞ്ഞാൽ പാടിയിരിക്കുന്നതെല്ലാം ഔസേപ്പച്ചൻ സാറ്, അതുപോലെ മോഹൻ സിത്താര, ഔസേപ്പച്ചൻ സാറ്, പിന്നെ ട്രാക്കൊക്കെ പാടിയിട്ടുള്ള രവീന്ദ്ര മാഷ്. രവീന്ദ്ര മാഷിന്റെ പാടിയിട്ടുണ്ട്. അതേതാ രവീന്ദ്ര മാഷിന്റെ ഏതാ പാടിയിരിക്കുന്നത്? ഹരിയോ മറ്റേ ഹരിയോ ശ്യാമ ഹരേ കൃഷ്ണ ഹരേ ലാല 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 ആ പാട്ട് കേൾക്കാൻ തന്നെ എന്ത് രസം. അതെ, വരി പെട്ടെന്ന് മറന്നു പോയതാണ്. അപ്പൊ അതില് ത്രൂ ഔട്ട് ഉണ്ട് സത്യത്തിൽ. അതിന്റെ പേരൊന്നും വിഷയമില്ല. അല്ല, അതിന് മുമ്പ് 2003 കരുമാടിക്കുട്ടനെ ഒരു പാട്ടിന്റെ ഹമ്മിങ് പാടിയിട്ടില്ലേ? 2003 2003 സാറിന്റെ കരുമാടിക്കുട്ടൻ. അതില് പിന്നെ കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു അത് രണ്ടുപേരും അല്ല നമ്മുടെ ഹമ്മിങ് തൊട്ട് തുടങ്ങണം. സരേഗമ പാഗരേസ സരേഗമ പാഗരേസ സരേഗമ ധനിധ മഗരി മഗരി സഗരി സനെ പഗരി ഗരി സ പഗരി ഗരി സ പഗരി ഗരി സ പഗരി ഗരി സ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. അങ്ങനെ അത് ഭയങ്കര ഹിറ്റുമായിരുന്നു. അതെ, നല്ല ഹിറ്റായിരുന്നു. പക്ഷെ അതിൽ എന്റെ പേരൊന്നുമില്ല, കാരണം ഞാൻ ഇങ്ങനത്തെ പോർഷൻസ് ഒക്കെയാണ്. പക്ഷെ അതാണ് ബുദ്ധിമുട്ട് പാടാൻ. അതിന് നമ്മള് ബുദ്ധിമുട്ടുള്ളതിലെടുത്ത് പിടിച്ചിടുകയും ചെയ്യും, നമുക്ക് പേരുമില്ല അല്ലേ? അതൊരു വിഷമ സങ്കീർത്തനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാലത്തൊക്കെ ഇത്തിരി വിഷമം തോന്നി. പിന്നീട് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതൊക്കെയാണ് പ്രതിസന്ധി. പിന്നെ കിട്ടാനുള്ളതൊക്കെ നമുക്ക് അല്ലെ ദൈവം കൊണ്ട് എത്തിച്ചേരും. ദൈവം കൊണ്ട് എത്തിച്ചേരാണോ ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം അല്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത്, ശ്വാസങ്ങളുടെ ശ്വാസമാണ് ഈശ്വരൻ, തിരയേണ്ടതില്ല എവിടെയും എന്ന് കബീർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. പിന്നെ നമ്മളൊക്കെ വളരെ സാധാരണ മനുഷ്യരല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ബിംബാരാധനയ്ക്ക് എന്താ പറയാ, ഒരു ബിംബത്തിന്റെ മുമ്പിൽ നിന്നിട്ട് നമ്മള് എനിക്ക് ഇപ്പോ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ എൻ്റെ കൂട്ടുകാരനും പ്രണയിതാവും അച്ഛനും അമ്മയും എല്ലാം എൻ്റെ കുട്ടിയും ഒക്കെയായി നമ്മളൊരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് എൻ്റെ വിഷമങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരാട്ടല്ലേ. അപ്പൊ അത് സൈക്കോളജിക്കലി നമുക്കത് ഒരു പിടിയാണ് അല്ലേ, വിശ്വാസം. അതെ, ഈശ്വരൻ നമ്മുടെ ശ്വാസങ്ങളുടെ ശ്വാസമാണ്. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഏതൊരാളും ക്ഷേത്രങ്ങളിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും കബയിലാണെങ്കിലും ഒക്കെ പോണെങ്കിൽ. പക്ഷെ ചേച്ചിയുടെ ഇടതുപക്ഷ ആശയവും ഈ വിശ്വാസ പ്രമാണങ്ങളും ഇപ്പം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നില്ല. ആ സമയത്തൊന്നും തീരെ അംഗീകരിക്കാത്ത സമയമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷവും അല്ലേ. വിശ്വാസ പ്രമാണങ്ങൾക്ക് ഭയങ്കര പള്ളി പോകരുത്, മുസ്ലിങ്ങളാണെങ്കിൽ മോസ്കിൽ പോകരുത്, ക്രിസ്ത്യാനികളാണെങ്കിൽ ചർച്ചിൽ പോകരുത്, ഹിന്ദുക്കളാണെങ്കിൽ അമ്പലത്തിൽ പോകരുത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ കെ നായനാരുടെ വൈഫ് അമ്പലത്തിൽ പോയത് അതൊരു പ്രശ്നമായിരുന്നില്ല. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ ഘടകങ്ങളിൽ എത്തണമെങ്കിൽ അതിനൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഘടകത്തിൽ എത്തണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മുടെ ഇടതുപക്ഷ അനുഭാവി എന്നുള്ളൂ അല്ലേ. എനിക്ക് പ്രത്യയശാസ്ത്രത്തിലോടുള്ള താല്പര്യമാണ്. പ്രത്യയശാസ്ത്രത്തെ ഞാൻ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അംബേദ്കറൈറ്റ് ആശയങ്ങളോടും ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നിയിട്ടുണ്ട്. ഇത് രണ്ടും ചേർന്നാൽ കൊള്ളാം ഈ സമൂഹ നിർമ്മിതിക്ക്. ഇത് രണ്ടും വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ. അപ്പം അതിനുശേഷം പിന്നെ ഏതായിരുന്നു പാട്ട്? നമ്മള് ഗൾഫിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. പേരഞ്ജൻ ചേട്ടന്റെ കടുത്ത സപ്പോർട്ട് കിട്ടി തുടങ്ങി. അപ്പം പിന്നീട് വീണ്ടും ഒന്ന് സിനിമയിലേക്ക് ഒന്ന് ചുവട് വെക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉടലെടുത്തു. പിന്നീട് എന്ത് സംഭവിച്ചു? അല്ല, ആഗ്രഹം എന്ന് പറഞ്ഞാല് ഞാൻ അതൊക്കെ വിട്ടുപോയിരിക്കുകയായിരുന്നു സത്യത്തിൽ. ഞാൻ ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വീട്ടില്, അപ്പൊ വീട്ടിലേക്ക് ഒരു 10-26 കുട്ടികളൊക്കെ വന്നിരുന്നു പഠിക്കാൻ വേണ്ടിട്ട്. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ പരസ്യമൊക്കെ കൊടുത്തു ഞങ്ങൾക്ക്. എൻ്റെ ഹസ്ബൻഡിന്റെ ചേട്ടന് ഇവിടെ തിയേറ്റർ ഉണ്ട്, സിനിമ തിയേറ്റർ. അപ്പോൾ ഇവിടുത്തെ ചേട്ടന് അപ്പോൾ തിയേറ്ററിൽ പരസ്യം കൊടുത്തു. ഞങ്ങൾക്കൊക്കെ സിനിമ ആണെങ്കിൽ വെറുതെ പോയാൽ മതി, കാശൊന്നും കൊടുക്കണ്ട, നമ്മുടെ കുടുംബത്തിന്റെ അല്ലേ, ചില സഹോദരന്റെ അല്ലേ. പ്രിയന്റെ അച്ഛൻ ഇവിടുത്തെ വലിയ ബിസിനസ്സുകാരനായിരുന്നു, നല്ല ആസ്തിയൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പിന്നെന്ന് പറഞ്ഞാല്
അല്ല തിയേറ്റർ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ തിയേറ്റർ ആയിരിക്കുമല്ലോ അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള തിയേറ്റർ അല്ല, അല്ലേ? സഹോദരൻ തന്നെ അവര് അച്ഛൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള സ്വത്തുക്കളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും 5 മക്കളുണ്ട് ഇവിടെ. അവർക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി. അപ്പൊ പ്രിയനെ വലിയ തിരക്കേടില്ല. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ വീടും പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്. ചേച്ചി പിന്നെ എത്തുന്നില്ല നമ്മുടെ ഗാന ശലഭങ്ങളിലേക്ക് നമുക്ക് എത്താം. ശലഭം എവിടെ പറന്നു വരട്ടെ? ഏത് പാട്ട് ഏതാന്ന് പറയുന്നല്ലേ ഞാൻ പാട്ട് നമ്മുടെ ഇനിയിപ്പോ അടുത്തത് ചേച്ചിയെ ഓർത്ത് പറയേണ്ടത്. അടുത്ത ഇനി ഈ വരവിന് ശേഷം എവിടെയാണ്, ആരിലേക്കാണ്, എങ്ങനെയാണ് എത്തപ്പെടുന്നത്? ഇവിടെ വന്നപ്പോഴേ റീ എൻട്രി എവിടെയാണ്? റീ എൻട്രി ഉണ്ടായത് ഞാൻ ഇവിടെ വന്നു. ഈ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുത്ത് നടക്കായിരുന്നു. സത്യം പറഞ്ഞാൽ സിനിമയിലെ ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ബിജുപാൽ വിളിക്കുന്നത്. അങ്ങനെ ബിജുപാല് എന്നെ വിളിക്കുന്നു. പുഷ്പവതി അല്ലേ? അതെ, ഒരു പാട്ടുണ്ടായിരുന്നു, ഒന്ന് പാടിത്തരുമോ? മനസ്സിൽ എന്താ ഈ സിനിമയില് ഒരു പാട്ട് ഇങ്ങനെ പാടിത്തരൂ എന്നൊക്കെ ചോദിക്കുമ്പോ പ്രശസ്തനായ സംവിധായകൻ അല്ല, അന്ന് അത്ര ആയിട്ടില്ല കേട്ടോ. ഈ പാട്ടോട് കൂടിയിട്ടാണ് മൂപ്പര് കരകയറിയത് എന്നാണ് എന്റെ ഒരു മനസ്സിലാക്കല്. ഈ പാട്ട് അങ്ങ് കേറി ഹിറ്റായി. ഈ പാട്ട് ഇല്ല 100% ഇല്ല. ആ പാട്ടിന്റെ വരികളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. റഫീഖ് അഹമ്മദിന്റെ വരികളും ബിജുപാലിന്റെ സംഗീതം. ആ വരികൾക്കനുസരിച്ചിട്ടുള്ള നല്ലൊരു സംഗീതമാണ് ബിജുപാലിന്റെ. ചെമ്പാവ് പുന്നില്ലിൻ ചോറോ, നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ, തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ, തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ, മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ, തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ, തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ. ശ്രുതി തെറ്റിയില്ല. ശ്രുതി ഞാൻ ഗായകനാണോ? ഞാൻ ചേച്ചിയുടെ ഒപ്പം ഒന്ന് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു മറ്റേ ശിശുവായി വന്നുകൊണ്ടിരിക്കുക. എന്നെ ശിഷ്യപ്പെടുത്തണം കേട്ടോ. എന്നെ അനുഗ്രഹിക്കുക ആദ്യം ഒന്ന് നല്ലായി വരണേ കുട്ട. ചേച്ചിയുടെ ഒപ്പം സ്വാഭാവികമായിട്ടും ഇതിനു ശേഷമാണ് ചേച്ചിക്ക് പിന്നെ ഒരു ഗ്രോത്ത്. കാരണം ഈ പാട്ട് ചെറിയ ഹിറ്റ് അല്ലായിരുന്നല്ലോ, തിരിഞ്ഞു നോക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. പിന്നീട് ഷോസായി, ഷോസും ശരിക്കും മലയാള മനോരമ ഉണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞാല് മലയാള മനോരമയോട് കടപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്താ വെച്ചാല് അവരുടെ ഒരു വേറൊരു വിങ്ങാണല്ലോ വനിത. വനിതയുടെ കൺസ്യൂമർ ഫെസ്റ്റ് വരും എല്ലാ ജില്ലകളിലും. വയനാടും കാസർഗോഡും അല്ല, വയനാടും ഇടുക്കിയും ഒഴികെ ഒരുവിധം എല്ലാ ജില്ലകളിലും. അപ്പോൾ എല്ലാ മാസങ്ങളില് ഓരോ പ്രോഗ്രാം എന്നുള്ള പോലെ എനിക്ക് വരാറുണ്ട്. ശരിക്കും എനിക്ക് മാസ ശമ്പളം കിട്ടുന്ന പോലെ ഉള്ളൊരു ഫീലായിരുന്നു. എന്തൊരു സപ്പോർട്ടായിരുന്നു അറിയാമോ അതെനിക്ക്. മനോരമയുടെ വനിത മാസികയുടെ. അപ്പൊ അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ അതില് അവരോട് ഈ സമയത്ത് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത അതുപോലെ ഇങ്ങനെ ഓർക്കാൻ പറ്റുന്ന. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ എന്റെ പല പല ഗാനങ്ങളെ കൊണ്ട്, ഇപ്പൊ ആസാദി എന്ന് പറഞ്ഞ ഗാനം ഉണ്ടായത്. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം ചേച്ചി സത്യം പറഞ്ഞാൽ ചേച്ചി സ്വന്തമായിട്ട് ചിട്ടപ്പെടുത്തി, സ്വന്തമായിട്ട് ട്യൂൺ ചെയ്ത്, സ്വന്തമായിട്ട് ആലപിച്ച ഒരുപാട് ഗാനങ്ങളുണ്ട്. എന്നാൽ അത് കുറെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഈ ആസാദി ആസാദി ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ആസാദി അത് ചേച്ചി എന്തിനു വേണ്ടിയാണ് ആസാദി ചെയ്തതെന്ന് പറഞ്ഞ് നമുക്ക് ആസാദിലേക്ക് കടക്കാം. അതിന്റെ ഒരു സാഹചര്യം എങ്ങനെയാ വെച്ചാല് 2016 കനയ്യകുമാർ ജയിലിലടയ്ക്കപ്പെട്ടു, തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവിടുന്ന് ജാമ്യം നേടിയിട്ട് ഇവിടെ വരുന്നു. എവിടെ JNU ക്യാമ്പസിൽ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ആ മുദ്രാവാക്യത്തിന് ഭയങ്കര ഒരു മ്യൂസിക്കൽ ഒരു എലമെന്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഭയങ്കര റിതമിക്കായിരുന്നു അത്. മീറ്ററും ഉണ്ട് മാറ്ററും ഉണ്ട് അതില്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഒന്ന് കമ്പോസ് ചെയ്ത് എങ്ങനെയായിരിക്കും. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി എൻ്റെ ഫ്രണ്ട് ഷാഹിന എൻ്റെ അടുത്ത് ചോദിക്കുക, നിനക്കതൊന്നൊരു പാട്ടാക്കി കൂടെ? ഈ സമയത്താണ് നമ്മുടെ MA ബേബി ഇതിന്റെ മലയാള ട്രാൻസ്ലേഷനൊക്കെ എഴുതിയിട്ടത്. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായി. എനിക്ക് ഹിന്ദി അത്ര വശമില്ല, പക്ഷെ ഗസലുകളൊക്കെ ഇഷ്ടംപോലെ പാടാറുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കും. പക്ഷെ
അതിനപ്പുറമായിട്ട് എനിക്ക് ഹിന്ദിക്ക് അത്ര വലിയ പരിജ്ഞാനമൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം ഇത് എഴുതിയിട്ടപ്പോൾ അതെനിക്ക് മനസ്സിലായി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി. ഉടനെ ചെയ്തു. ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് ഞാൻ അത് പാടിയിട്ട് എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് ചോദിച്ചു. ക്യാ ഹം ചാഹേ ആസാദി ഹേ ഹക്ക് ഹമാരാ ആസാദി आजादी 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 भूखमारी से आजादी संघवाद से आजादी सामंतवाद से आजादी पूंजीवाद से आजादी सामंतवाद से आजादी पूंजीवाद से आजादी ब्राह्मणवाद से आजादी मानववाद से आजादी मानववाद से आजादी भूखमारी से संघवाद से सामंतवाद से पूंजीवाद से ब्राह्मणवाद से जातिवाद से आजादी. കന്നയ്യകുമാർ ഇത് കേൾപ്പിക്കാനോ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കനയ്യകുമാറിന് മുമ്പ് ഈ ആസാദി സ്ലോഗൻ ചൊല്ലിയിട്ടുള്ളത് കമലബാസിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫെമിനിസ്റ്റ് ആണ്. അതിന്ന് കടമെടുത്തിട്ടാണ് കനയ്യകുമാർ ഈ ഒരു സ്ലോഗൻ ഒക്കെ. എനിക്കൊരു പുതിയ അറിവാട്ടോ. ഞാൻ ഓർത്തിരുന്നത് അത് കന്യാകുമാറിന്റെ ചിട്ടപ്പെട്ടില്ലാന്ന് ഓർത്തോണ്ടിരുന്നല്ലേ. അതിനു മുമ്പേ ഈ ഒരു ആസാദി മുദ്രാവാക്യം അതൊരു ഫെമിനിസ്റ്റ് ആശയത്തിൽ നിന്ന് വന്നിട്ടുള്ള. അതെ. ചേച്ചി ഫെമിനിസ്റ്റ് ആണോ? ഞാൻ ഹ്യൂമനിസ്റ്റാ. ഫെമിനിസ്റ്റ് അല്ല. അത് ഒരു ഒന്നൊന്നര മറുപടി ആയിപ്പോയി. ഇനിയൊന്നും ചോദിക്കാനില്ലല്ലോ ചോദിച്ചാല് കാരണം നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരും. അതാണല്ലോ പിന്നെ നിയമസഭയില് ഉണ്ടായത്. സ്ത്രീകള് പിന്നെ ദളിതര്. അപ്പൊ അവര് ആ സമൂഹം എന്ന് പറഞ്ഞാല് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന സമൂഹമാണ്. അപ്പൊ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഏത് സമൂഹമാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ദളിതരാണെങ്കിലും അവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മള് നിലകൊള്ളുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് തോന്നാറുണ്ട്. ഈ 1.5 കോടി രൂപ അത്തരത്തിൽ ഈ സിനിമയെ കുറിച്ച് യാതൊരു എന്താ പറയാ അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് പറഞ്ഞ അറിവില്ലെന്ന് പട്ടികജാതി പട്ടികവർഗമായതുകൊണ്ട് മാത്രം കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു മെച്ചമുണ്ടോ എന്നുള്ളതാണ് പുള്ളി ന്യായമായി ചോദിച്ചൊരു ചോദ്യം. അല്ലെങ്കിൽ അതൊരു ന്യായമാണെന്ന് താങ്കൾക്ക് തോന്നുന്നു? ചോദ്യം അദ്ദേഹത്തിന് ന്യായമായിരിക്കും. ഞാൻ ന്യായമാണെന്ന് പറയുന്നില്ല. ഇത് പല പല ഘട്ടങ്ങൾ കടന്നതിന് ശേഷം കടമ്പകൾ പലതും കടന്നതിന് ശേഷമാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. 100-ൽ പരം എൻട്രികളിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടാണ് അതിൽ നിന്ന് കുറച്ച് പേരെ സോർട്ട് ചെയ്യാണ്. ഒരുപാട് എൻട്രികളിൽ നിന്ന് കുറച്ച് പേരെ സോർട്ട് ചെയ്തത് അതിലും ക്രൈറ്റീരിയ ഉണ്ട്. ഇങ്ങനെയുള്ള ക്രൈറ്റീരിയ എല്ലാം കടന്നുപോയി ആ ഒരു സ്ക്രൂട്ടണിയുടെ ഉള്ളിൽ കൂടെ കടന്നുപോയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവണം. അല്ലാണ്ട് ചുമ്മാ പിന്നെ റോഡ് കൂടെ പോണ ശരി എന്നാ വാ നമുക്കൊരു 1.5 കോടി തരാം സിനിമ എടുക്കുക പറഞ്ഞിട്ട് ആ രീതിയല്ല. ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇങ്ങനെയുള്ള ഒരു എന്നിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് പരിശീലനം കൊടുക്കണം. സ്ത്രീകൾക്കാണെങ്കിലും SC/ST വിഭാഗത്തിലുള്ള ആളുകൾക്കാണെങ്കിലും പരിശീലനം കൊടുക്കണം എന്നൊക്കെ അങ്ങനെ അടിച്ചു വിട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ല, അതിൽ അത്രയും ഫീൽ ചെയ്യാൻ വേണ്ടി അധിക്ഷേപം എന്ന് പറയാൻ പറ്റുമോ? അത് അഭിപ്രായമല്ലേ അദ്ദേഹം പറഞ്ഞത്? അഭിപ്രായമാണോ? ശരിക്കും അത് ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിൽ പിന്നെ രൂപപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാടിന്റെ പ്രതിഫലനല്ലേ? അതെന്താ അങ്ങനെ പറയണത്? എനിക്കത് മനസ്സിലാവണില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മള് ഡോക്ടർ ബിജു ഇതുപോലെയുള്ള പിന്നെ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടാണോ 15ഓളം സിനിമകളൊക്കെ എടുത്തത്? അപ്പൊ അദ്ദേഹം ഒരു ദളിതനാണ്. അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ലെവലിലും ദേശീയ തലത്തിലും ഒക്കെ അവാർഡുകൾ ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരാളാണ്. നല്ല നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. നമുക്കൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ മതി സിനിമ എടുക്കാൻ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ കിട്ടണം എന്ന് പറയുമ്പോൾ അതൊരു തരം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു നിലപാടാണ്. ഇപ്പോൾ ഇതുപോലെ സാമ്പത്തിക സഹായം കിട്ടിയിട്ടാണ്
ശ്രുതി ശരണയൊക്കെ സിനിമ എടുത്തിട്ടുള്ളത്. നല്ലൊരു ഒന്നാന്തര സിനിമയത്. 32 എന്തോ മറ്റേ സിനിമ പെട്ടെന്ന് ആ സിനിമയുടെ പേര് ഞാൻ 32 to 44 അങ്ങനെ എന്തോ ആണ് സിനിമയുടെ പേര്. അതായത് 2 ലെസ്ബിയൻ കപ്പിൾസിന്റെ കഥ പറഞ്ഞ ആ ചിത്രമാണോ? ആ ചിത്രമല്ലല്ലോ. അതെ 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 മറ്റേ അനാർക്കലിയൊക്കെ ചുംബനം ചെയ്ത ആ ചിത്രമല്ലേ പറയുന്നത്? അപ്പൊ അതാണ് ഇതിന്റെ പ്രശ്നം. ഈ അടൂർ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത് എവിടെയാണെന്ന് വെച്ചാല്, ഇത്തരത്തിലുള്ള സിനിമകൾ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത്, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല, തിയേറ്ററിൽ വിജയമാകുന്നില്ല, സാമ്പത്തിക വിജയമാകുന്നില്ല. ഈ 1.5 കോടി രൂപ സനോജൊക്കെ എടുത്ത സിനിമയൊക്കെ അത്യാവശ്യം ഓടിയ സിനിമയാണ്. ഈ നേരത്തെ പറഞ്ഞ സിനിമയും ഒരുപാട് തിയേറ്ററുകളിൽ ഓടിയിട്ടുള്ള സിനിമ തന്നെയാണ്. ഞാൻ സാമ്പത്തിക വിജയം ആവണമെങ്കിൽ നമുക്ക് ഞാൻ പറയട്ടെ, അതിനുള്ള ഇപ്പോ സർക്കാരിന് തന്നെ പല തിയേറ്ററുകളുണ്ടല്ലോ, ആ തിയേറ്ററുകളിൽ സിനിമ കാണിക്കണം. അതാണ് വേണ്ട. അവർക്ക് വേണ്ട ആ ഒരു സപ്പോർട്ട് കൊടുക്കണം. നല്ല ചിത്രമാണെങ്കിലല്ലേ ജനങ്ങൾ തിയേറ്ററിൽ. നിങ്ങൾ ആരാണ് നല്ലതും കെട്ടതൊക്കെ വ്യക്തിപരമായിട്ട് നമ്മുടെ അങ്ങനത്തെ അഭിപ്രായം ഉണ്ടോ? മോശമാണെങ്കിൽ മോശം എന്നല്ലേ പറയേണ്ടത്? മോശം എന്താണ് ആ മോശം കണ്ടന്റ് അല്ലെങ്കിൽ നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താ? എനിക്ക് ഇഷ്ടമില്ലാത്തത് എനിക്ക് മോശം, അതാണ് എന്റെ അഭിപ്രായം. എനിക്ക് ഇഷ്ടമില്ലാത്തത് എനിക്ക് മോശമായിരിക്കും, എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് നല്ലതായിരിക്കും. ഇതിനൊരു പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മനുഷ്യന്റെ ഉള്ളിൽ രൂപപ്പെടേണ്ടതുണ്ട്. ഇന്നും കേരളത്തിലെ എന്താ പറയാ പൊതുജനങ്ങൾക്ക് നല്ല ഒരു സിനിമ പ്രേക്ഷകനാകാനുള്ള ഒരു എഡ്യൂക്കേഷന്റെ നല്ല കുറവുണ്ട്. ഇവിടെ പിന്നെ നമ്മളെ അതൊരു തെറ്റായ പ്രസ്താവനയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ നല്ല എഡ്യൂക്കേഷന്റെ ആവശ്യമുണ്ട്. കാരണം നമ്മളൊക്കെ IFFK സിനിമകൾ കാണുന്ന ആളുകളാണ്. നമ്മൾ ഇന്റർനാഷണൽ ലെവലിലുള്ള സിനിമകളൊക്കെ നിറയെ കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും അത്. ആ സിനിമകളും നമ്മളെ നാട്ടിലെടുക്കുന്ന പിന്നെ പല സിനിമകളും അതത്ര എന്താ പറയാ കുറേയും കൂടെ നമ്മൾക്ക് മെച്ചപ്പെടാനുണ്ട്. കുറേയും കൂടെ ഒരു വെളിച്ചം സിനിമാ നിർമ്മാണത്തിനൊക്കെ എന്താ പറയാ കണ്ടന്റിലാണ് ഞാൻ പറയണത് കേട്ടോ. ഇപ്പോ വെറും ക്ലീഷേ കഥാപാത്രങ്ങളെ വെച്ച് സിനിമ എടുക്കണതല്ല ഞാൻ പറയണത്. അതിനൊരു സാമൂഹ്യ പ്രസക്തി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇന്നർ ആയിട്ട് നമുക്കൊരു വെളിച്ചുണ്ടാക്കുന്ന സിനിമകളൊക്കെ എടുക്കാലോ. പക്ഷെ അപ്പോൾ ചേച്ചി അതിന്റെ ചോദിക്കുന്ന ചോദ്യം, അതായത് ഏതൊരു വ്യക്തിയും ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. അതായത് നിലവിൽ ഈ 1.5 കോടി രൂപ എന്താണ് 1.5 കോടി രൂപ ഈ ദളിത് സമൂഹത്തിന് കൊടുക്കണോണ്ടുള്ള പ്രശ്നം? ഒരു കുഴപ്പമില്ല, എനിക്കതൊരു സന്തോഷമുള്ളൂ. അതല്ല ഞാൻ ചോദിക്കട്ടെ, ഈ 1.5 കോടി രൂപ ഈ 1.5 കോടിയല്ല 6 കോടിയല്ല 100 കോടി കൊടുത്താലും ഇവിടുത്തെ ഈ ദളിത് സമൂഹത്തിന് ഒരു തെറ്റൂലെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ട് അവരുടെ അധ്വാനം, ഞങ്ങളെ പൂർവ്വ പിതാക്കന്മാര് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ അധ്വാനം, ആ അധ്വാനത്തിന്റെ ഒരു ഗുണങ്ങളും അനുഭവിക്കാൻ എന്താ പറയാ യോഗം ഉണ്ടായിട്ടില്ല. മനസ്സിലായിണ്ടോ? ഞങ്ങളുടെയൊക്കെ പൂർവ്വ പിതാക്കന്മാരുടെ അധ്വാനം എന്ന് പറയുന്നത് അവിടുത്തെ ആ കാലത്ത് ഒരു അടിമ ജീവിതം തന്നെയായിരുന്നു, കൂലി പോലും ഇല്ലാണ്ട്. അല്ലേ? അപ്പോ അത്തരത്തില് നമ്മുടെ സമ്പത്ത് മുഴുവനും ആരുടെ കൈകളിലേക്കാ പോയിട്ടുള്ളത്? അതിന്റെയൊക്കെ അടിത്തറയിൽ നിന്നുകൊണ്ടല്ലേ ഇവരൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പ്രിവിലേജ് ഉണ്ടാവണത് അല്ലേ? ചേച്ചി ഇപ്പോ പറയുന്ന ഈ ചോദ്യം ഉണ്ടല്ലോ, ഈ 1.5 കോടി രൂപ അല്ല, അതിന് വേണമെങ്കിൽ 5 കോടി 10 കോടി കൊടുത്തുവിട്ടെന്ന് ചോദിച്ചില്ലേ? അതിലൊന്നും നമുക്ക് ആർക്കും യാതൊരു തടസ്സവും ഇല്ല. കാരണം ഇത്തരത്തിൽ താഴേക്കടയിൽ കിടക്കുന്ന ജനങ്ങൾ ഉന്നമനത്തിലേക്ക് വന്ന് ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തണം. അതാണ് നമ്മളൊക്കെ ഭയങ്കര അങ്ങനത്തെ ഒരു മഹാവിശാല മനസ്കരാണ് ഇവിടുത്തെ പിന്നെ എന്താ പറയാ ഇത്തരത്തിലുള്ള മനുഷ്യര് അല്ലേ? അതെ, തീർച്ചയായിട്ടും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാനപ്പോ ചോദിക്കുകയാണ്, അപ്പൊ ഈ 1.5 കോടി രൂപ കൊടുക്കുമ്പോ അതിന് കൃത്യമായിട്ട് ആ 1.5 കോടി രൂപയ്ക്കുള്ള ഒരു ഔട്ട്പുട്ട് സിനിമയിൽ ഉണ്ടാകണം എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ? എന്തിനാ കൊടുക്കണേ? 50 ലക്ഷം വെച്ചിട്ട് 3 പേർക്കും കൊടുത്താൽ 3 സിനിമ എന്ന് ചോദിച്ച ആളല്ലേ? അപ്പൊ അതിന്റെ അകത്ത് നല്ല ഉദ്ദേശബുദ്ധിയും കൂടെ. അതെ, അപ്പൊ നിങ്ങൾ ശരിക്കും അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണനെ ഞാൻ ഒരിക്കലും ഞങ്ങള് 50 ലക്ഷത്തില് സിനിമ എടുക്കണോ 1.5 കോടിക്ക് എടുക്കണോ എന്നുള്ള സർക്കാർ തീരുമാനിച്ചോളും അല്ലേ? അതില് സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ പുള്ളിക്ക് എന്തോ ഒരു സ്ഥാനം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അതൊക്കെ പണ്ടല്ലേ, ഇപ്പോഴും അല്ലല്ലോ. ഇപ്പൊ അല്ല, അത് മാറിയായിരുന്നല്ലോ അല്ലെ, ഇടയ്ക്ക് വിവാദം ഉണ്ടായി മാറിയല്ലോ. ഒരുപാട് പിന്നെ സ്ഥാനങ്ങളിലൊക്കെ ഇടതുപക്ഷ അനുഭാവിയാണ്, പക്ക ഇടതുപക്ഷ അനുഭാവിയാണ്. അല്ല, ഐഡിയോളജിയൊക്കെ കൃത്യമായിട്ട് നിശ്ചിതമായി വിമർശിക്കുന്ന ആളുകൂടിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഇടതുപക്ഷമാകണമെങ്കിൽ എങ്ങനെയായിരിക്കണം അവരുടെ ഒരു കാഴ്ചപ്പാട്? ഹൃദയപക്ഷമായിരിക്കണം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതൊക്കെ ഒരു ഉപരിപ്ലവമായിട്ട് പറയുന്നത്. എന്താണ് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന ദർശനം എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? താഴേക്കടയിൽ സമത്വം. അതാണ് അതാണ് തീർച്ചയായിട്ടും. പക്ഷെ അദ്ദേഹം മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ പറയുന്നവരല്ല. തീർച്ചയായിട്ടും അടൂർ ഗോപാലകൃഷ്ണന്റെ നമ്മൾ പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ അടച്ചു വെടിവെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അദ്ദേഹം RSSന്റെ നിലപാടുകളോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ അതിന്റെ പേരിൽ വി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിനിധി, സംസ്ഥാന കോർഡിനേറ്റർ, അദ്ദേഹം പറഞ്ഞ എന്താണ്, പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ് അടൂർ ഗോപാൽ. അന്ന് നമ്മൾ കേരളം ഒന്നടങ്കം സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. പക്ഷേ ഈ പറഞ്ഞതിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചേച്ചിയോട് ചോദിക്കുകയാണ്. ഇതിൽ ST SC വിഭാഗക്കാരെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയിട്ടുണ്ടോ? SC ST കാർക്കാണല്ലോ അത് കൊടുക്കുന്നത്. അപ്പൊ അധിക്ഷേപം എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ ആ പ്രയോഗം തന്നെ ഞങ്ങൾക്ക് എതിരാണെന്നാണ് ഞാൻ പറയണത്. എതിരിന് എന്തെന്നാ പറയേണ്ടത്? വാക്ക് എന്താണ്? ആ ഒരു സമൂഹത്തിന് എതിരായിട്ടുള്ള ഒരു പ്രയോഗമാണ് അത്. അതാണ് അതിന്റെ എനിക്കുള്ള മറുപടി. സമൂഹത്തിനെതിരാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സമൂഹം എന്ന് പറഞ്ഞാൽ ദളിത് സമൂഹത്തിനെതിരായിട്ടുള്ള സമൂഹത്തിനെതിരെന്ന് പറയും. ദളിത് സമൂഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ജനങ്ങളുടെ മുഴുവൻ ചേച്ചിയുടെ നിലപാടാണ്. അതിൽ ചേച്ചിയുടെ നിലപാടിനോടൊരു ഒരു 70% ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം താഴെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അത് യോജിച്ചിട്ടാണ് പറയണതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പൂർണ്ണമായും പിന്നെ നിങ്ങൾക്ക് നല്ല എന്താ പറയാ, നിങ്ങൾ അങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി പിന്നെ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുമ്പോ ഉണ്ടാകുന്ന വേറെ പല ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാകും. അതില് എന്നെ പിടിച്ചിടണ്ട. അല്ല, അങ്ങനെയല്ല. എന്റെ നിലപാട് ഞാൻ എന്താണെന്ന് പറഞ്ഞു. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അതായത് ഈ 1.5 കോടി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പണമല്ലേ? എന്റെ ദൈവമേ, നമ്മുടെ എല്ലാവരുടെയും പണം. ഇവിടെ സാംസ്കാരിക പരിപാടികൾ നടക്കുമ്പോ ഏറ്റവും കൂടുതൽ പണം ആരിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാമോ? ആരിലേക്കാണ്? അത് ഏത് ഗവൺമെന്റ് വരികയാണെങ്കിലും ആരിലേക്കാ കൂടുതൽ ഒഴുകി പോകുന്നത്? ഞാൻ പറയുന്നത് ഓരോ വിഭവം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ വിഭവം പങ്കുവെക്കപ്പെടണം. അതിൽ എല്ലാവിധ ബഹുജനങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാകണം. ഇതൊക്കെ ഇവിടുത്തെ സർക്കാരുകൾ, മാറി മാറി വരുന്ന സർക്കാരുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പറയൂ. ഇനി ഇവിടുത്തെ കീ പോസ്റ്റുകളിലൊക്കെ ആരായിരിക്കുന്നത്? ഇവിടുത്തെ ദളിതുകൾക്ക് എന്താ ഇരുന്നൂടെ? രാഷ്ട്രപതി ആയിരുന്നില്ലേ? ഇതുപോലത്തെ ഓരോ ബിംബങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ അടുത്ത് മറുപടി പറയാൻ. പിന്നെ ദ്രൗപദി മുർമു ആരാണ്? ആദിവാസി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളല്ലേ? അപ്പൊ അത് മാത്രം മതിയോ? പോരാ. എന്താ വേണ്ടത്? അതിനുശേഷം നിങ്ങൾ അതാ പറയണത്, ഒരു ബിംബത്തെ ഉണ്ടാക്കി വെക്കുക. ഇങ്ങനെ ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും, പിന്നെ പ്രതിഷേധം വരുമ്പോ അപ്പോ ഒരു ബിംബത്തെ എടുത്ത് ഇത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വായ അടച്ചു പോകുന്നു വിചാരിക്കാം. നമ്മൾ സ്വന്തമായിട്ട് വളരുമല്ലേ ചെയ്യേണ്ടത്? നോക്കൂ, ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാമോ? അത് എന്താ പറയാ? സ്റ്റോപ്പ് ചെയ്യണം. അത്